ഓക്കെ, അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് INC024 ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ടെക്നോളജീസ് ആൻഡ് ജാവ പ്രോഗ്രാമിങ്ങിൻ്റെ ബ്ലോക്ക് 4 ആണ്. ഇതിനകത്ത് ആപ്ലെറ്റ് പ്രോഗ്രാമിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ജാവ കൺസെപ്റ്റ് എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം ആപ്ലെറ്റിനെ പറ്റിയാണ്. എന്താ ആപ്ലെറ്റ്? നമ്മൾ പറഞ്ഞായിരുന്നു ജാവയ്ക്ക് തന്നെ 2 ആപ്ലിക്കേഷൻ ഉണ്ടെന്നല്ലേ. ഒന്ന് 2 രീതിയിലുള്ള കിറ്റുകളുണ്ട്, ആപ്ലിക്കേഷൻ കിറ്റുണ്ട്, ആപ്ലെറ്റും ഉണ്ട് അല്ലേ. അപ്പോൾ അതിനകത്ത് ജാവ ആപ്ലിക്കേഷൻ പ്രോഗ്രാം നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കുന്ന ആപ്ലെറ്റിനെ പറ്റിയാണ്. അപ്പോൾ ആപ്ലെറ്റ് എന്താണെന്നുള്ളതും, ജാവ ഈസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലേ. ആപ്ലെറ്റ് ക്ലാസ്സിനെ പറ്റി പറയുന്നതാണ്. ജാവ ഈസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പിന്നെ സപ്പോർട്ടഡ് ബൈ വേരിയസ് ക്ലാസ്സസ് അല്ലേ, പല ക്ലാസ്സുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദ ആപ്ലെറ്റ് ക്ലാസ് ഈസ് പാക്ഡ് ഇൻ ജാവ ഡോട്ട് ആപ്ലെറ്റ് പാക്കേജ്. ആപ്ലെറ്റ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ദ ആപ്ലെറ്റ് ക്ലാസ് ഈസ് പാക്ഡ് ഇൻ ജാവ ഡോട്ട് ആപ്ലെറ്റ് പാക്കേജ്. ജാവ ഡോട്ട് ആപ്ലെറ്റ് പാക്കേജ് എന്ന് പറയുന്ന ക്ലാസ്സിലാണ് ആപ്ലെറ്റ് ഉള്ളത്. അപ്പോൾ ഇച്ച് ആ സെവറൽ ഇൻ്റർഫേസ്, അതിന് പല ഇൻ്റർഫേസുകൾ കാണും. ഇൻ്റർഫേസ് എനേബിൾ ദ ക്രിയേഷൻ ഓഫ് ആപ്ലെറ്റ്. ആപ്ലെറ്റിൻ്റെ ക്രിയേഷന് വേണ്ടിയിട്ട് ഇൻ്റർഫേസ് ആണ് നമ്മൾ സഹായിക്കുന്നത്. അപ്പോൾ ഇൻറ്ററാക്ഷൻസ് ഓഫ് ആപ്ലെറ്റ് വിത്ത് ദ ബ്രൗസർ ആൻഡ് പ്ലേയിങ് ഓഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യുന്നു. അതുപോലെ തന്നെ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ എന്താ അതിനകത്ത് പറയുന്നത്? ജാവ ലാംഗ്വേജ്, ജാവ ലാങ് ഒബ്ജക്റ്റ്, ജാവ AWT കമ്പോണൻറ്റ്, അതുപോലെ തന്നെ ജാവ AWT കണ്ടെയ്നർ, ജാവ AWT പാനൽ, ജാവ ആപ്ലെറ്റ്, ജാവ ഡോട്ട് ആപ്ലെറ്റ് ഡോട്ട് ആപ്ലെറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് 3 എണ്ണം. അപ്പോൾ അതിനകത്ത് ജാവയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്, ഡൂസും ഡോൺസും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ചെയ്യാൻ പറ്റാത്ത കാര്യം, ചെയ്യുന്ന കാര്യങ്ങൾ. പിക്ചർ ഡ്രോ ചെയ്യാൻ പറ്റും വെബ് പേജിൽ. പിന്നെന്താണ്, പുതിയ വിൻഡോയിൽ പിക്ചർ ഡ്രോ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സൗണ്ട് പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, റിസീവ് ഇൻപുട്ട് ഫ്രം യൂസർ ത്രൂ ദ കീബോർഡ് ഓർ മൗസ് കീബോർഡ് അല്ലേ. ഓക്കെ, അടുത്ത ഡൂസും ഡോൺസും ആണ് പറയുന്നത്. പിക്ചർ ഡ്രോ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നെറ്റ്വർക്കിൻ്റെ കണക്ഷൻ കൊടുക്കാൻ പറ്റും. ഡോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഡേറ്റ ഓൺ എനി ഓഫ് ദി ഹോസ്റ്റ് ഡിസ്ക്, അതായത് ഏതെങ്കിലും ഹോസ്റ്റ് ഡിസ്കുകളിൽ ഡേറ്റ റൈറ്റ് ചെയ്യാൻ, ഫയൽ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല API വെച്ചുകൊണ്ട്. അപ്പോൾ ഇനി ആപ്ലെറ്റിൻ്റെ ആർക്കിടെക്ചറാണ് പറയുന്നത്. അതായത് ജാവ ആപ്ലെറ്റ് ആർ എസെൻഷ്യലി ജാവ പ്രോഗ്രാം. ഇത് ശരിക്കും ജാവ പ്രോഗ്രാം തന്നെയാണ്, പക്ഷേ റൺ ചെയ്യുന്നത് വെബ് പേജിലാണ്. അതുപോലെ തന്നെ ആപ്ലെറ്റ് പ്രോഗ്രാം ആർ ജാവ ക്ലാസ്സസ് ദാറ്റ് എക്സ്റ്റെൻഡ്സ് ജാവ ഡോട്ട് ആപ്ലെറ്റ് ഡോട്ട് ക്ലാസ്. ആപ്ലെറ്റ് ക്ലാസ് അതായത് ജാവ ആപ്ലെറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നും, ആപ്ലെറ്റ് എന്ന് പറയുന്ന പാക്കേജിനകത്തെ ആപ്ലെറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നാണ് അത് എടുക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം എന്തുണ്ടാവും, ഒരു HTML പേജും കൂടെ എംബെഡഡ് ചെയ്തിട്ടുണ്ടാവും. HTML പേജിനോടൊപ്പമാണ് നമ്മൾ ആപ്ലെറ്റ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതിവിടെ കിടക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ വായിച്ച് നോക്കണം കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് എഴുതാനായിട്ട്. ഇതിൻ്റെ ആർക്കിടെക്ചർ പറയുമ്പോഴത്തേക്ക് ഇതാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. വെബ് ബ്രൗസർ JVM നെറ്റ് വഴി കണക്ട് ചെയ്തു. അപ്പം HTTP സെർവർ വഴി CGI കേട്ടോ, CGI വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റാസ് എടുത്താണ് ഇവിടെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് കണ്ടോ. അപ്പോഴത്തേക്കും അതിനകത്ത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ ഉണ്ട്. CGI, നെറ്റ്, അത് HTTP സെർവറാണ് ഇവിടെ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇൻ്റർഫേസ് ചെയ്ത് കേട്ടോ. അപ്പം CGI എന്ന് പറയുന്നത്, അപ്പോൾ അതിനകത്ത് ഇവിടെ വർക്ക് ചെയ്തിട്ടാണ് അത് കാണിക്കുന്നത്. ഇനി എന്താണ് ആപ്ലെറ്റ് സ്കെലിറ്റൺ എന്ന് പറയുന്നത്? അതായത് ഇനീഷ്യലൈസേഷൻ ആൻഡ് ടെർമിനേഷൻ. ആപ്ലെറ്റിന് ദ ബേസിക് ആപ്ലെറ്റ് ലൈഫ് സൈക്കിൾ ദ പോയിന്റ്സ് ആർ ലിസ്റ്റഡ് ഷുഡ് ബി തോട്ട് ഓഫ്. അതായത് ഇതിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ബ്രൗസർ റീഡ്സ് ദ HTML പേജ്. ബ്രൗസർ റീഡ് ചെയ്യുന്നത് എന്താണ്, HTML പേജാണ്. ആൻഡ് ഫൈൻഡ്സ് എനി ആപ്ലെറ്റ് ടാഗ്. അതിനുശേഷം എന്ത് ചെയ്യും, എന്തെങ്കിലും ആപ്ലെറ്റ് ടാഗ് ഉണ്ടോ എന്ന് അന്വേഷിക്കും. ഇനി ദ ബ്രൗസർ പാഴ്സസ് ദ ആപ്ലെറ്റ് ടാഗ് ടു ഫൈൻഡ് ദ കോഡ് ആൻഡ് പോസിബിളി കോഡ് ബേസ്ഡ് ആട്രിബ്യൂട്ട്. അതായത് ആ ബ്രൗസർ എന്ത് ചെയ്യും, ആപ്ലെറ്റ് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചുകൊണ്ട് കോഡിനെ ഫൈൻഡ് ചെയ്യും. പോസിബിളി കോഡ് ബേസ് ആട്രിബ്യൂട്ട്, അതായത് കോഡ് ബേസ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് ആയിരിക്കും അതിനകത്ത് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇനി പിന്നെ പറയുന്നതെന്ന് പറയുന്നത് ദ ബ്രൗസർ ഡൗൺലോഡ് ദ ക്ലാസ് ഫയൽ. ബ്രൗസർ ക്ലാസ് ഫയൽ ഡൗൺലോഡ് ചെയ്യുകയും ഫോർ ദ ആപ്ലെറ്റ് ഫ്രം URL നിന്ന്, അതായത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്ററിൽ നിന്ന് ആപ്ലെറ്റ് എന്ത് ചെയ്യും, ക്ലാസ് ഫയലിനെ ഡൗൺലോഡ് ചെയ്യും. എന്നിട്ട് ബ്രൗസർ കൺവേർട്ട് ദ റോ ബൈറ്റ് ഇൻ ടു ജാവ ക്ലാസ്. ബ്രൗസറാണ് പിന്നീട് അതിന് ജാവ ക്ലാസ്സിലേക്ക് ഡൗൺലോഡ് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്നത്. ദ ബ്രൗസർ ഇനീഷ്യേറ്റ് ദ ആപ്ലെറ്റ് ക്ലാസ് ടു ഫോം ആപ്ലെറ്റ് ഒബ്ജക്റ്റ്. ആപ്ലെറ്റ് ഒബ്ജക്റ്റ് ഫോം ചെയ്യാനായിട്ടാണ് ഈ ആപ്ലെറ്റ് ബ്രൗസർ അതിനകത്ത് എന്ത് ചെയ്യുന്നത്, ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, ആപ്ലെറ്റ് ക്ലാസ്സിന് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് കേട്ടോ. ദിസ് റിക്വയർസ് ദ ആപ്ലെറ്റ് ടു ഹാവ് നോ ആർഗ്യുമെൻറ്റ് കൺസ്ട്രക്ടർ. ഇതിനകത്ത് ആർഗ്യുമെൻറ്റ് കൺസ്ട്രക്ടർ ഉണ്ടായിരിക്കരുത്. അതുപോലെ തന്നെ ദ ബ്രൗസർ
കോൾസ് ദ ആപ്ലെറ്റ് ഇന്നിറ്റ് മെത്തേഡ്. ബ്രൗസർ ആപ്ലെറ്റിൻ്റെ ഇന്നിറ്റ് മെത്തേഡാണ് എടുക്കുന്നത്. അതിനുശേഷം ബ്രൗസർ കോൾ ചെയ്യുന്ന ആപ്ലെറ്റിൻ്റെ സ്റ്റാർട്ട് മെത്തേഡാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ ആപ്ലെറ്റ് റൺ ചെയ്യുന്ന സമയത്ത് ബ്രൗസർ എന്ത് ചെയ്യും? ആപ്ലെറ്റ് റൺ ചെയ്യുന്ന സമയത്ത് ബ്രൗസർ passes all the event intended for the applet. ആപ്ലെറ്റിന് വേണ്ടിയുള്ള എല്ലാ ഇവൻറ്റും എന്ത് ചെയ്യും? ഇത് റൺ ചെയ്യിക്കും. ലൈക്ക് മൗസ് ക്ലിക്ക്, കീ പ്രസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് വർക്ക് ചെയ്യിപ്പിക്കും. The default method paint in the applet just draw message or graphics on the screen. സ്ക്രീനിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാഫിക്സിലൊക്കെ സ്ക്രീനിൽ നമ്മുടെ മെസ്സേജ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് ഡ്രോ ചെയ്യാനായിട്ടാണ് പെയിൻറ്റ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ഇതിനകത്ത് കാണിക്കും. അപ്പോൾ എന്താണ് ഈ മെത്തേഡ് എന്നുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം HTML ബ്രൗസർ HTML പേജ് വായിക്കും. അതിനകത്ത് ആപ്ലെറ്റ് എന്ന് പറയുന്ന ടാഗ് ഉണ്ടായിരിക്കും. ആ ആപ്ലെറ്റ് ടാഗിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കോഡ് എവിടെയാണെന്ന് പോയി നോക്കും. കോഡ് ബേസ് എന്ന് പറയുന്ന അവിടെ ഒരു ക്ലാസ് ഫയൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ കോഡിന് ആപ്ലെറ്റ് ടാഗിനകത്ത് കോഡിനോടൊപ്പം ഒരു ക്ലാസ് ഫയലായിരിക്കും. കോഡ് ബേസ് ക്ലാസ് ഫയലാണ് കൊടുത്തിരിക്കുന്നത്. ആ ക്ലാസ് ഫയൽ യൂണിഫോം ലൊക്കേറ്റർ വെച്ചുകൊണ്ടാണ് അത് കൺവേർട്ട് ചെയ്ത് നോക്കുന്നത്. അതിനകത്ത് പോയി ജാവ ക്ലാസ് ഏതാണെന്നുള്ളത് അന്വേഷിക്കും. അന്വേഷിച്ചതിന് ശേഷം ഓക്കെ, അപ്പോൾ മെയിൻലി നമുക്ക് പറയാം 5 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇന്നിറ്റ് മെത്തേഡ്, പിന്നെ ഉള്ളതെന്ന് പറയുന്നത് സ്റ്റാർട്ട് മെത്തേഡ്, പിന്നെ ഒന്ന് പെയിൻറ്റ്, പിന്നെ ഒന്ന് സ്റ്റോപ്പ്, പിന്നെ ഒന്ന് ഡിസ്ട്രോയ്. അപ്പോൾ ഇത്രയും മെത്തേഡുകളും ഇത്രയും ഇതുകളുമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതിനകത്ത് പബ്ലിക് വോയിഡ് ഇന്നിറ്റിനകത്ത് ഇന്നിറ്റ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു റീഡ് പാരാമീറ്റർ. ഇന്നിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പാരാമീറ്റേഴ്സ് റീഡ് ചെയ്യാനായിട്ടുള്ളതാണ്. അത് പാരാം ടാഗ് വെച്ചുകൊണ്ടാണ് എക്സാക്ട്ലി വൺസ് വെൻ ആപ്ലെറ്റ് സ്റ്റാർട്ട്സ്. അതായത് എപ്പോഴാണ് ആപ്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്തായിരിക്കും പബ്ലിക് വോയിഡ് ഇന്നിറ്റ്, അതുപോലെ തന്നെ പബ്ലിക് വോയിഡ് സ്റ്റാർട്ട്, പബ്ലിക് വോയിഡ് പെയിൻറ്റ്, വോയിഡ് സ്റ്റോപ്പ്, വോയിഡ് ഡിസ്ട്രോയ്. അങ്ങനെ 1, 2 ഇത്ര മെത്തേഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5 മെത്തേഡ്സ് ആണ് ഉള്ളത് കേട്ടോ ലൈഫ് സൈക്കിൾ. അപ്പോൾ ദ മെത്തേഡ്സ് ആർ ഡിഫൈൻഡ് ഇൻ സൂപ്പർ ക്ലാസ്. അതായത് മെത്തേഡ്സ് ഡിഫൈൻ ചെയ്യുന്നത് സൂപ്പർ ക്ലാസ്സിലാണ്. ഇന്നിറ്റ് മെത്തേഡാണ് നമ്മൾ പാരാമീറ്ററിനെ റീഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ആപ്ലെറ്റ് വഴി പരാം എന്ന് പറയുന്ന ടാഗ് വഴിയാണ് നമ്മളത് എടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇന്നിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എക്സാക്ട്ലി വൺസ്, അതായത് ഒരു പ്രാവശ്യം ആപ്ലെറ്റ്സിൻ്റെ ലൈഫിൽ ഒരു പ്രാവശ്യം നമ്മളിത് വിളിക്കത്തുള്ളൂ, ഇന്നിറ്റ് മെത്തേഡ് വിളിക്കത്തുള്ളൂ. അത് ആപ്ലെറ്റ് ആദ്യം ലോഡ് ചെയ്യുന്ന സമയത്തായിരിക്കും വിളിക്കുന്നത്. അത് നോർമലി യൂസ് ചെയ്യുന്നത് പരാം ടാഗിനെ റീഡ് ചെയ്യാനായിട്ടാണ് ഇന്നിറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പിന്നുള്ളതാണ് സ്റ്റാർട്ട് മെത്തേഡ്. സ്റ്റാർട്ട് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ അറ്റ്ലീസ്റ്റ് വൺസ്, അതായത് ഒരു പ്രാവശ്യം എങ്കിലും വിളിക്കാം. അപ്പോൾ അതിനെയാണ് എങ്കിലും വിളിക്കണം. അപ്പോൾ അതിനെയാണ് വെൻ ആപ്ലെറ്റ് ഈസ് സ്റ്റാർട്ടഡ്, എപ്പോഴാണോ ആപ്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്താണ് നമ്മൾ ഒരിക്കൽ മാത്രം വിളിക്കുന്നതാണ് സ്റ്റാർട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി സ്റ്റാർട്ട് മെത്തേഡ് ഈസ് ഓഫൺ യൂസ്ഡ് ടു സ്റ്റാർട്ട് എനി ത്രെഡ് ദാറ്റ് ആപ്ലെറ്റ് വിൽ നീഡ് വൈൽ ഇറ്റ് റൺ. ഏത് ത്രെഡിനെ വിളിക്കണമെങ്കിൽ നമുക്ക് ആപ്ലെറ്റിനകത്ത് നമുക്ക് സ്റ്റാർട്ട് മെത്തേഡ് യൂസ് ചെയ്യാം. പിന്നെയുള്ളതാണ് പെയിൻറ്റ് മെത്തേഡ്. പെയിൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ടാസ്ക് ഓഫ് പെയിൻറ്റ് മെത്തേഡ് ഈസ് ടു ഡ്രോ ഗ്രാഫിക്സ് ഡ്രോ ചെയ്യാനായിട്ടാണ് നമ്മൾ പെയിൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സച്ച് ആസ് ലൈൻസ്, റെക്റ്റാങ്കിൾസ്, സ്ട്രിങ്സ് ഓൺ ക്യാരക്ടേഴ്സ് ഓൺ ദ സ്ക്രീൻ. അതായത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഡ്രോ ചെയ്യാം, ഗ്രാഫിക്സ് ഡ്രോ ചെയ്യാം, ലൈൻസ്, റെക്റ്റാങ്കിൾസ്, സ്ട്രിങ്സ്, ക്യാരക്ടേഴ്സ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡ്രോ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഉള്ളതാണ് സ്റ്റോപ്പ് മെത്തേഡ്. സ്റ്റോപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞാലോ അറ്റ്ലീസ്റ്റ് വൺസ്, അതായത് അതും ആപ്ലെറ്റ് ലൈഫ് സൈക്കിളിൽ അറ്റ്ലീസ്റ്റ് വൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ആപ്ലെറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റോപ്പ് ചെയ്യണം എന്നല്ലേ, അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഇനി ഡിസ്ട്രോയ് മെത്തേഡ് എന്ന് പറയുന്നത് എക്സാക്ട്ലി വൺസ് ആണ് ആപ്ലെറ്റ് ലൈഫിൽ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ജസ്റ്റ് ബിഫോർ ദ വെബ് ബ്രൗസർ അപ്ലോഡ് ദ ആപ്ലെറ്റ്, അതായത് ആപ്ലെറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ്, വെബ് ബ്രൗസർ ആപ്ലെറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് ഇത് കോൾ ചെയ്യുന്നത്. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് ജനറലി യൂസ് ടു പെർഫോം എനി ഫൈനൽ ക്ലീനപ്പ്. ഏത് ഫൈനൽ ക്ലീനപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഫൈനൽ ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത്രയും കാര്യമാണ് ഇതിനകത്ത്, ഇത്രയും മെത്തേഡ്സുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. ഇനി ഇതിനകത്തൊരു പ്രോഗ്രാമാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ പ്രോഗ്രാം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് സ്റ്റാർട്ട് മെത്തേഡാണ് കോൾ ചെയ്യുന്നത്. എഗെയിൻ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് മെത്തേഡിനെ പറ്റിയൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഓരോന്നിനെ പറ്റി. ഇപ്പം നമുക്ക് ജസ്റ്റ് ആ പ്രോഗ്രാം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒരു ചെറിയ പ്രോഗ്രാം റൺ ചെയ്ത് അതിൻ്റെ ആപ്ലെറ്റിനകത്ത് എങ്ങനെയാണ് ആപ്ലെറ്റ് വ്യൂവർ വെച്ചുകൊണ്ടാണ് നമ്മൾ ആപ്ലെറ്റിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. താഴോട്ട് വരും തോറും നമുക്ക് പറയാം എങ്ങനെയാണ് അത് റൺ ചെയ്യുന്നതെന്നും ഒക്കെ ഉണ്ട് നമുക്ക് കേട്ടോ. ആപ്ലെറ്റ് വ്യൂവർ യൂസ് ചെയ്തുകൊണ്ടാണ് അത് ഇവിടെയുണ്ട്. ഇതൊന്ന് നോക്കിക്കേ.
That is point to note here. If you run applet program using applet viewer, selecting the restart call start applet viewer വെച്ചാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന് എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഡോട്ട് ജാവ വെച്ചുകൊണ്ടുള്ളത്. അപ്പോൾ സൺ മൈക്രോ സിസ്റ്റത്തിനകത്ത് നമ്മളിപ്പോൾ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ ഇവൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കിക്കേ. ഇമ്പോർട്ട് java.applet.applet, അതായത് ആപ്ലെറ്റ് എന്ന് പറയുന്ന പാക്കേജ്, ഡോട്ട് ആപ്ലെറ്റ് എന്ന് പറയുന്ന ക്ലാസ്. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ട് java.awt. ഇമ്പോർട്ട് എന്താ പാക്കേജ് എന്താണെന്നൊക്കെ അറിയാമല്ലോ. AWT എന്ന് പറയുന്ന ഒരു പാക്കേജാണ്. അതിനകത്ത് ഒരു ക്ലാസ്സാണ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ഗ്രാഫിക്സിനെ വിളിച്ചു. ഗ്രാഫിക്സിനെ എന്തുകൊണ്ടാണ് വിളിച്ചത്? ഇവിടെ നമ്മൾ പെയിൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ആ പെയിൻറ്റ് കിടക്കുന്ന ഗ്രാഫിക്സിനകത്ത് ആപ്ലെറ്റ് എന്ന് പറയുന്ന അതുപോലെ ഗ്രാഫിക്സ് ജി എന്ന് പറയുന്നത് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. G.draw string കണ്ടോ. അപ്പോൾ ഡ്രോ സ്ട്രിങ് ഇങ്ങനെയുള്ളതും ഇതിന് ആപ്ലെറ്റിനകത്തല്ലേ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആപ്ലെറ്റ് എന്ന് പറയുന്നതിന് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ആപ്ലെറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം java.applet.applet ഇമ്പോർട്ട് java.awt.graphics പബ്ലിക് ക്ലാസ് ഹലോ വേൾഡ് ആപ്ലെറ്റ് എക്സ്റ്റെൻഡ്. ഹലോ വേൾഡ് എന്നുള്ളതാണ് വേൾഡ് ആപ്ലെറ്റ് എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ പേര്. ആപ്ലെറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ബ്രേസസ് ഓപ്പൺ ആക്കി പബ്ലിക് വോയിഡ് പെയിൻറ്റ് കണ്ടോ. പെയിൻറ്റിനകത്താണ് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നത്? ഗ്രാഫിക്സ് ജി എന്നുള്ള ഒരു ഒബ്ജക്റ്റ് പറഞ്ഞു കൊടുത്തിട്ട് ഈ ജിയെ വെച്ചുകൊണ്ട് ഇവിടുന്ന് ഡ്രോ സ്ട്രിങ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രിൻറ്റ് ചെയ്യേണ്ട കാര്യം ഹലോ വേൾഡ് എന്നാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ സൈസും വിഡ്ത്തും ഹൈറ്റും വിഡ്ത്തുമാണ് ഇവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ബ്രേസസ് ക്ലോസ് ചെയ്ത് ഇതാണ് നമ്മുടെ നോട്ട് പാഡിൽ എഴുതേണ്ട കോഡ്. എന്നിട്ട് എന്ത് ചെയ്യണം? സേവ് ചെയ്യണം അല്ലേ. ഇത്രയും എഴുതി കഴിഞ്ഞതിന് ശേഷം ഹലോ വേൾഡ് ആപ്ലെറ്റ് ഡോട്ട് ജാവ എന്നുള്ളത് സേവ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് ജാവ സി ഹലോ വേൾഡ് ആപ്ലെറ്റ് ഡോട്ട് ജാവ എന്ന് പറഞ്ഞിട്ട് അത് കമ്പൈൽ ചെയ്ത് വെക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? അപ്പോൾ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? വേൾഡ് ആപ്ലെറ്റ് ഡോട്ട് ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫയൽ ആ ബിന്നിനകത്ത് നമുക്ക് എന്ത് ചെയ്യും? ക്രിയേറ്റ് ആവും. Now we need to create HTML file that will include your applet. ഇനി നമുക്ക് എന്താ വേണ്ടത്? HTML ഫയലാണ് വേണ്ടത്. അപ്പോൾ HTML ഫയലിനകത്ത് എന്താ പറയുന്നത്? HTML ഹെഡ് ടൈറ്റിൽ, അതായത് HTML കൊടുത്തു, ഹെഡ് കൊടുത്തു, ടൈറ്റിലിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹലോ വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. എന്നിട്ട് /ടൈറ്റിൽ എന്ന് പറഞ്ഞു കൊടുത്തു. ഹലോ വേൾഡ് HTML ഹെഡ് ടൈറ്റിലിനകത്ത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് എന്ത് കൊടുത്തു? ടൈറ്റിൽ എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഹെഡ് ടൈറ്റിൽ ക്ലോസ് ചെയ്തു. ഹെഡ് ബോഡിക്കകത്ത് ദിസ് ഈസ് ആപ്ലെറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ആപ്ലെറ്റ് കോഡ് ഈസ് ഈക്വൽ ടു ഹലോ വേൾഡ് ആപ്ലെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആപ്ലെറ്റ് കോഡ് കൊടുത്തു. കണ്ടോ, ഹലോ വേൾഡ് ആപ്ലെറ്റ് എന്ന് പറഞ്ഞ ആപ്ലെറ്റ് കോഡ് കൊടുത്തു. എന്നിട്ട് വിഡ്ത്ത് 150 ഹൈറ്റ് 50 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആപ്ലെറ്റ് കോഡ് ഈസ് ഈക്വൽ ടു ഹലോ വേൾഡ് ആപ്ലെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഡബിൾ കോഡ്സിനകത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ആപ്ലെറ്റ് ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ആപ്ലെറ്റ് കോഡ് ഈസ് ഈക്വൽ ടു ഹലോ വേൾഡ് ആപ്ലെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടോ ആപ്ലെറ്റിൻ്റെ കോഡിനകത്ത് കണ്ടോ ആപ്ലെറ്റ് എന്ന് പറയുന്ന ആ ടാഗിനകത്ത് കോഡെന്ന് പറഞ്ഞ് കണ്ടോ ആപ്ലെറ്റ് ഹലോ വേൾഡ് ഡോട്ട് ക്ലാസ് എന്നും കൂടെ കൊടുത്താൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഹലോ വേൾഡ് ആപ്ലെറ്റ് എന്ന് പറഞ്ഞ് ആ കോഡ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വെച്ചുകൊണ്ട് സേവ് ചെയ്തിരിക്കുന്ന ആ കോഡിനകത്ത് ഈ ആപ്ലെറ്റ് ആയിരിക്കും അവിടെ പോയി വർക്ക് ചെയ്യുന്നത്. നമ്മളിവിടെ പറഞ്ഞല്ലോ ആപ്ലെറ്റിനെ ഇവിടെ ക്ലാസ് ഫയൽ ഉണ്ടാവും. ആപ്ലെറ്റ് ടാഗിനകത്ത് കോഡിനകത്ത് എന്ത് കൊടുത്തിട്ടുണ്ടാവും? കോഡ് ബേസിനകത്ത് നമ്മൾ ആ ക്ലാസ് ഫയലിനെ ആയിരിക്കും പോയി URL വെച്ചുകൊണ്ട് എടുത്തുകൊണ്ട് വരുന്നത്. എന്നിട്ട് റണ്ണിങ്ങിന് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഹലോ വേൾഡിനകത്ത് കണ്ടോ സൈസും വിഡ്ത്തും പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇത് HTML വെച്ച് സേവ് ചെയ്യണം. അതേ ഡാറ്റയിൽ തന്നെ HTML വെച്ച് സേവ് ചെയ്യണം. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മൾ കമ്പൈൽ ചെയ്യുമ്പോൾ ക്ലാസ് ഫയൽ ജനറേറ്റ് ചെയ്തു. അതിനുശേഷം ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിനകത്ത് മറ്റേത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ജാവ ആപ്ലെറ്റ് വ്യൂവർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരും കൊടുത്ത് എൻ്റർ അടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ആപ്ലെറ്റ് വ്യൂവർ എന്ന് പറഞ്ഞ വിൻഡോ വരും. അതിനകത്ത് ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഇതാണ് നമ്മുടെ നോർമലായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ.